നമസ്കാരം. പാമരൻ്റെ ഗീത 11-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 6-ാമത്തെ ശ്ലോകം. നമുക്ക് നോക്കാം. യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയശ്ച സർവ ഏവ മഹാരഥാഃ. ഈ ശ്ലോകത്തിലും ദുര്യോധനൻ പാണ്ഡവപക്ഷത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ ദ്രോണാചാര്യരോട് ഒന്നൊന്നായി എടുത്തു പറയുകയാണ്. അപ്പം 4-ാമത്തെ ശ്ലോകത്തിൽ 3 യോദ്ധാക്കളുടെ പേരാണ് പരാമർശിച്ചത്. 5-ാമത്തെ ശ്ലോകത്തിൽ 6 യോദ്ധാക്കളുടെ പേരുകളാണ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ 6-ാമത്തെ ശ്ലോകത്തിൽ ആരെയൊക്കെ പറ്റിയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പേരെടുത്ത് 2 പേരുടെ കാര്യം പറയുന്നു. അവർ 2 പേരെന്ന് പറയുന്നത് ഒന്ന് യുധാമന്യുവാണ്, ഒന്ന് ഉത്തമൗജസാണ്. അതിനുശേഷം അഭിമന്യുവാണ്. അഭിമന്യുവിൻ്റെ പേര് പറയുന്നില്ല, അതിന് പകരം പറയുന്നു സുഭദ്രയുടെ മകൻ, അങ്ങനെ മാത്രം പറയുന്നു. അതിനുശേഷം പാണ്ഡവരുടെ മക്കൾ, അവരെ ഉദ്ദേശിച്ച് ആ പാണ്ഡവരുടെ മക്കൾ എന്നും പറയുന്നില്ല, അതിന് പകരം പറയുന്നു ദ്രൗപദിയുടെ മക്കൾ, ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ആരൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം. ഒന്ന് യുധാമന്യുവും ഉത്തമൗജസ്സും. ആദ്യം അവർ ആരാണെന്ന് നോക്കാം. ദുര്യോധനൻ യുധാമന്യുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിക്രമി, പരാക്രമി എന്നൊക്കെയാണ്. ഉത്തമൗജസ്സിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വീര്യവാൻ, ബലവാൻ എന്നൊക്കെയാണ്. ഇപ്പോൾ യുധാമന്യു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മനസ്സിനെ കീഴടക്കുന്നവൻ എന്നാണ്. വീരനായ യോദ്ധാവെന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ദുര്യോധനനല്ല, ഉത്തമൗജസ്സിനെ. സാക്ഷാൽ ഭീഷ്മ പിതാമഹൻ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ വീരനായ യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആരായിരുന്നു ഇവർ? പാഞ്ചാല രാജ്യത്തെ രാജാവായ ദ്രുപദൻ്റെ മക്കളായിരുന്നു ഇവർ. അപ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലായി, ദ്രൗപദിയുടെ സഹോദരന്മാരാണ്. അപ്പോൾ പാണ്ഡവരുടെ അളിയന്മാരാണ് അല്ലേ. യുദ്ധത്തിൽ വളരെ തന്ത്രപ്രധാനമായ ചുമതലയാണ് ഇവർക്ക് നൽകിയിരുന്നത്. അർജുനൻ്റെ രഥത്തിൻ്റെ ഇടത് ചക്രത്തിൻ്റെ സംരക്ഷണ ചുമതല യുധാമന്യുവിനായിരുന്നു. വലത് ചക്രത്തിൻ്റെ സംരക്ഷണ ചുമതല ഉത്തമൗജസ്സിനായിരുന്നു. വളരെ മർമ്മപ്രധാനമായ പങ്ക് യുദ്ധത്തിൽ വഹിച്ചിട്ടുള്ള ഇവർ ദുര്യോധനുമായിട്ട് നേരിട്ട് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 18-ാമത്തെ ദിവസം യുദ്ധം അവസാനിച്ചതിന് ശേഷം അർദ്ധരാത്രിയിൽ പാണ്ഡവപാളയത്തിൽ ഇവർ ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കവേ അശ്വത്ഥാമാവ് അവിടെ എത്തി അതിക്രൂരമായി അവരെ കൊലപ്പെടുത്തി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു യോദ്ധാവ് അഭിമന്യുവാണ് ദുര്യോധനൻ ഉദ്ദേശിക്കുന്നത്. അഭിമന്യുവിൻ്റെ പേര് കേൾക്കാത്തവർ ചുരുങ്ങും, എല്ലാവർക്കും അറിയാം. യുദ്ധ നൈപുണ്യത്തിനും ധൈര്യത്തിനും പേര് കേട്ട അഭിമന്യു അർജുനൻ്റെയും സുഭദ്രയുടെയും മകനാണ്. അർജുനൻ്റെയും സുഭദ്രയുടെ മകനാണെന്ന് മാത്രമല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ അനന്തരവനുമാണ്. പക്ഷേ വളരെ നിസ്സാരമായിട്ട് ആ സുഭദ്രയുടെ മകൻ എന്നാണ് അഭിമന്യുവിനെ ദുര്യോധനൻ വിശേഷിപ്പിക്കുന്നത്. ഈ അച്ഛനായിട്ടുള്ള അർജുനനും അമ്മാവനായ ശ്രീകൃഷ്ണനും കൂടിയാണ് അഭിമന്യുവിനെ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ മഹായോദ്ധാവായി വളർത്തിയെടുത്തത്. ആയോധന വിദ്യയിൽ അദ്വിതീയനായിരുന്നു അഭിമന്യു. കൗരവർ ഒരുക്കിയ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടുപോയ അഭിമന്യുവിന് പുറത്തു കടക്കാനായില്ല. അങ്ങനെ കൗരവരുടെ കൂട്ടത്തോടെയുള്ള ആക്രമണത്തിൽ വളരെ ക്രൂരമായി, വളരെ ദയനീയമായി കൊല ചെയ്യപ്പെടുകയായിരുന്നു അഭിമന്യു എന്ന് നമ്മൾ ചരിത്രം വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അഭിമന്യു ചന്ദ്രൻ്റെ അംശാവതാരമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അച്ഛനായ അർജുനനോളം കിടപിടിക്കുന്ന പോരാളിയായിരുന്നു അദ്ദേഹം. ദുര്യോധനൻ അഭിമന്യുവിൻ്റെ പേര് പറയാതെ സുഭദ്രയുടെ മകൻ എന്ന് മാത്രം പറഞ്ഞത് ചിലപ്പോൾ ചെറിയ അസൂയ മൂലമാകാം. അല്ലെങ്കിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ഉയരങ്ങൾ കീഴടക്കിയ അഭിമന്യുവിൻ്റെ കഴിവുകളെ കണ്ടില്ലെന്ന് നടിച്ച് ഒന്ന് ചെറുതാക്കി കാണിക്കാൻ, ഒന്ന് ഇകഴ്ത്തി കാണിക്കാനാകാം. എങ്കിലും അഭിമന്യുവിനെ അദ്ദേഹം കണക്കിലെടുത്തതേ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ദുര്യോധനൻ അഭിമന്യുവിൻ്റെ പേര് ദുര്യോധനൻ അഭിമന്യുവിൻ്റെ പേര് ദ്രോണാചാര്യരോട് പറയേണ്ടതില്ലായിരുന്നല്ലോ. ഇനി പറയുന്നത് ദ്രൗപദിയുടെ പുത്രന്മാർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അവരാരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ നമുക്കറിയാം ദ്രൗപദിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മയുടെ അടുത്ത് വിളിച്ചു പറയും, ഞങ്ങളുടെ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പം അമ്മ എന്താണ് സമ്മാനം എന്നൊക്കെ അറിയാതെ അമ്മ പറയും, എന്ത് സമ്മാനമായാലും ശരി നിങ്ങൾ 5 പേരും പങ്കിട്ടെടുത്തുകൊള്ളുക എന്ന് പറയും. അങ്ങനെയാണ് ദ്രൗപദി 5 പേരുടെയും ഭാര്യയായി തീർന്നത് എന്ന കഥയും നമ്മൾ ഇതിനു മുമ്പ് വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പരമ്പരയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5 ഭർത്താക്കന്മാരായ 5 പഞ്ചപാണ്ഡവന്മാരായിരുന്നു ദ്രൗപദിയുടെ ഭർത്താക്കന്മാർ. ആ ഓരോ ഭർത്താവിലും ഓരോ ആൺമക്കൾ ജനിച്ചു എന്നാണ് പറയുന്നത്. അതിൽ യുധിഷ്ഠിരൻ്റെ മകൻ്റെ പേര് പ്രതിവിന്ധ്യൻ, ഭീമസേനൻ്റെ മകൻ്റെ പേര് സുതസോമൻ, അർജുനൻ്റെ മകൻ്റെ പേര് ശ്രുതകർമ്മൻ, നകുലൻ്റെ മകൻ്റെ പേര് ശതാനികൻ, സഹദേവനിൽ ഉണ്ടായ മകൻ അദ്ദേഹത്തിൻ്റെ പേര് ശ്രുതസേനൻ. ഇങ്ങനെയാണ് ഇവരറിയപ്പെടുന്നത്. ഉപപാണ്ഡവർ എന്നായിരുന്നു. പഞ്ചകുമാരന്മാർ എന്നും ഇവരെ പറ്റി പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് നോക്കാം. ആദ്യം യുധിഷ്ഠിരൻ്റെ മകനായ പ്രതിവിന്ധ്യൻ. സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൻ എന്നാണ് പ്രതിവിന്ധ്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അദ്ദേഹം അതിവിദഗ്ധനായിട്ടുള്ള ഒരു പോരാളിയായിരുന്നു. ശകുനി, അലംബുഷൻ, അശ്വത്ഥാമാവ്, ചിത്രൻ എന്നിങ്ങനെ കൗരവപ്പടയിലെ പല പ്രധാനികളുമായും അദ്ദേഹം നേരിട്ട് യുദ്ധം ചെയ്തു കുരുക്ഷേത്ര യുദ്ധത്തിൽ. സുതസോമനാകട്ടെ ഭീമസേനൻ്റെ മകനാണ്. ചന്ദ്രൻ്റെ സൗന്ദര്യമുള്ളവൻ എന്നാണ് സുതസോമൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഗദ കൊണ്ടുള്ള യുദ്ധത്തിലും അമ്പെയ്യുന്നതിലും അദ്ദേഹം അച്ഛനെ പോലെ തന്നെ അതിസമർത്ഥനായിരുന്നു. വികർണൻ, ശകുനി, ദുശാസനൻ എന്നിങ്ങനെ പല യോദ്ധാക്കളുമായും അദ്ദേഹം നേരിട്ട് യുദ്ധം ചെയ്തു. അർജുനൻ്റെ മകനായിരുന്നു ശ്രുതകർമ്മൻ. ഈ 5 പേരിൽ ഏറ്റവും ഇളയ ആളുമായിരുന്നു. പക്ഷേ അതുപോലെയല്ല, വില്ലാളി വീരനായിരുന്നു. വളരെ സമർത്ഥനായിട്ടുള്ള വില്ലാളിയായിരുന്നു അദ്ദേഹം. സുദക്ഷിണൻ, ജയൽസേനൻ, ദുശാസനൻ, അശ്വത്ഥാമാവ്, ചിത്രസേനൻ തുടങ്ങിയ കൗരവപക്ഷത്തെ പ്രധാനികൾക്ക് എതിരെ വളരെ വീറോടെ പൊരുതി അതിൽ പല ആൾക്കാരെയും വധിക്കുകയും കൂടി ചെയ്തു. ദ്രൗപദിക്ക് നകുലനിൽ ജനിച്ച മകൻ്റെ പേരാണ് ശതാനികൻ. ശതം എന്ന് പറയുമ്പോൾ 100. ശതാനികൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം 100 പടയാളികളുള്ളവൻ എന്നാണ്. അപ്പോൾ യുദ്ധത്തിൽ തൻ്റെ അമ്മാവൻ ആയിട്ടുള്ള ധൃഷ്ടദ്യുമ്നനാണല്ലോ സർവ്വസൈന്യാധിപൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉപസൈന്യാധിപനായിരുന്നു, ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്നു ശതാനികൻ. ഭൂതകർമ്മൻ, അതേപോലെ തന്നെ ദുഷ്കർണൻ തുടങ്ങിയവരെ പരാജയപ്പെടുത്തിയത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഇനി ഒരാൾ കൂടിയുണ്ട്, അതാണ് സഹദേവൻ്റെ മകനായ ശ്രുതസേനൻ. അദ്ദേഹം ജ്യോതിഷശാസ്ത്രത്തിലായിരുന്നു കൂടുതൽ അദ്ദേഹത്തിന് പ്രാവീണ്യം, എന്നാൽ അതോടൊപ്പം വലിയ യോദ്ധാവുമായിരുന്നു. ശാലൻ, ഉപചിത്രൻ തുടങ്ങിയ കൗരവപക്ഷത്തെ പ്രധാനികളെ വകവരുത്തിയത് ഇദ്ദേഹമാണ്. യുദ്ധത്തിൽ ശ്രുതസേനനാണ്. അങ്ങനെ ഈ 5 സഹോദരന്മാരും ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത് ആ യുദ്ധത്തിൻ്റെ 18ാമത്തെ ദിവസം കൊല ചെയ്യപ്പെട്ടു, വീരമൃത്യു വരിക്കുകയുണ്ടായി. ഈ ശ്ലോകത്തിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ മഹാരഥന്മാരാണെന്ന് കൂടി ദുര്യോധനൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സർവ ഏവ മഹാരഥ, എല്ലാവരും മഹാരഥന്മാരാണ്. അപ്പോൾ മഹാരഥൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഇതിന് മുമ്പുള്ള ശ്ലോകങ്ങളിലും ദ്രുപദൻ മഹാരഥനായിരുന്നു എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായഗതികളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയൊരു പ്രത്യേകതയുള്ള ഒരു അർത്ഥം കൂടി കാണാനിടയായി. അത് ഞാൻ പ്രേക്ഷകരുടെ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് ശ്രീ PM നാരായണൻ നായരുടെയും പണ്ഡിറ്റ് KK പണിക്കരുടെയും വ്യാഖ്യാനങ്ങളിൽ പറയുന്നതാണ്. അവർ പറയുന്നത് മഹാരഥൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെയും സ്വന്തമായിട്ട് തന്നെയും സാരഥിയെയും കുതിരകളെയും രക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ, യുദ്ധത്തിൽ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ യുദ്ധം ചെയ്ത് വിജയിക്കുന്നവൻ. അങ്ങനെ അർത്ഥത്തിലും മഹാരഥൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നു. അപ്പം ഇതിൻ്റെ ഒരു നട്ഷൽ എന്താണ്? പാണ്ഡവസേനയുടെ എണ്ണം കുറവായിരിക്കാം, പക്ഷേ മികവിൽ അവർ കൗരവസേനയേക്കാൾ ഒട്ടും തന്നെ പിന്നിലല്ല എന്ന് ദുര്യോധനൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ധരിക്കുന്നുണ്ട്. ഈ ആശയം തന്നെയാണ് അയാൾ ദ്രോണാചാര്യരിലേക്ക് പകരുന്നതും സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ ഇങ്ങനെ 4, 5, 6 ശ്ലോകങ്ങളിലായി പാണ്ഡവസേനയിൽ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരെക്കുറിച്ചൊക്കെ ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി 7ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഇനി എന്താണ് പറയാൻ പോകുന്നുള്ളത് നമുക്ക് അന്ന് കാണാം. അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്,
ഈ ജ്ഞാനം ദാനം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യപ്രവൃത്തിയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ജ്ഞാനശകലങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ചെറിയ ശ്രമം കൂടി പ്രേക്ഷകരുടെയും ശ്രോതാക്കളുടെയും ഭാഗത്തുനിന്നുണ്ടാകണം. ഇത് ഷെയർ ചെയ്ത് പങ്കുവെച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അഭ്യുദയകാംക്ഷികൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ നൽകുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം ഇതാദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന യൂട്യൂബിലാണ്. അപ്പോൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയിൽ അത് പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ടുള്ള നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇതിൻ്റെ ലിങ്ക് എപ്പോഴാണോ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അയച്ചു തരാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അപ്പം 9847076020 എന്ന നമ്പറിലേക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മാത്രം മതി. YES എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മാത്രം മതി. ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ സംപ്രേഷണം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അങ്ങനെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ഇതിൻ്റെ ലിങ്ക് ലഭിക്കും. അപ്പോൾ ഈ സൗകര്യം കൂടി പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി 7ാമത്തെ ശ്ലോകവുമായി നമുക്ക് അധികം താമസിയാതെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.